ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി, വിഷുവിൻ്റെ വിശേഷങ്ങളുമായി. ശശി, ഹാപ്പി വിഷു. പത്തനംതിട്ട സംബന്ധിച്ച് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇനി അത് ശബരിമലയിലെ വിഷു കാഴ്ചകൾ, അവിടുത്തെ തിരക്ക്, ആറന്മുളയിൽ എങ്ങനെയാണ് രാവിലെ ഒരുപാട് ഭക്തർ ആറന്മുളയിലേക്കും ശബരിമലയിലേക്കും എത്തുന്നുണ്ട്? എന്തോ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഹാപ്പി വിഷു അറിയിക്കുന്നു. എന്തായാലും വലിയ തിരക്ക് സന്നിധാനത്ത് ശബരിമലയിൽ അനുഭവപ്പെടുന്നു. പുലർച്ചെ നട തുറന്ന സമയം മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ തന്നെ മലയാളികളടക്കം ഇതര സംസ്ഥാനത്തുള്ള തീർത്ഥാടകർ ഇന്നലെ സന്നിധാനത്ത് എത്തിയിരുന്നു. രാവിലെ 4 മണിയോട് കൂടിയാണ് ഈ വിഷുക്കണി ദർശനമായി സന്നിധാനത്ത് ശ്രീകോവിൽ നട തുറന്നപ്പോൾ തന്നെ വലിയ തിരക്കാണ് അനുഭവിച്ചത്. ആദ്യം ശ്രീകോവിലിനുള്ളിൽ ഈ വിഷുക്കണി ഒരുക്കിയിരുന്നു. ഇന്നലെ രാത്രിയിലാണ് മേൽശാന്തിയും തന്ത്രിയും കൂടി പ്രത്യേക ബോട്ടിനുള്ളിൽ ഈ വിഷുക്കണി ദർശനത്തിനായി ഒരുക്കിയിരുന്നത്. അതിനുശേഷം രാവിലെ നട തുറക്കുന്നതിന് മുമ്പ് തന്നെ അയ്യപ്പനെ കണി കാണിച്ചതിന് ശേഷമാണ് പിന്നീട് ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഭക്തർക്കും വിഷുക്കണി ദർശനം കാണാനായി ഒപ്പം ഈ വിഷുക്കൈ നീട്ടവും തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും ശബരിമല വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകർ, ഒപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളികൾ അടക്കമുള്ള ആളുകൾ സന്നിധാനത്ത് ഇന്നലെ മുതൽ എത്തിത്തുടങ്ങുന്നുണ്ട്. കാരണം വിഷു മലയാളിയെ സംബന്ധിച്ച് വലിയ ഒരു വർഷത്തെ ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല പോലുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങൾ എത്തുക എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ച്, ഭക്തരെ സംബന്ധിച്ച് വലിയ ഒരു പുണ്യമായി കരുതുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരു വർഷത്തെ ഫലമാണ് വിഷുക്കണി ദർശനം എന്ന് പറയുന്നത്. അത് ശബരിമല പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എത്തുക എന്നുള്ളതാണ് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ കെട്ടുമുറുക്കി ആളുകൾ കെട്ടുനിറച്ച് എരുമിടി കെട്ടുമായി വലിയ തിരക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഉണ്ടായിരുന്നു. കാരണം വലിയ ക്രമീകരണങ്ങളും ഈ സീസൺ സമയത്ത് പോലുള്ള തിരക്കുള്ളതിനാണ് വലിയ സംവിധാനങ്ങളും പോലീസിന്റെയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇതര സംസ്ഥാന തീർത്ഥാടകരും നമ്മുടെ നാട്ടുകാരും അടക്കമുള്ള വലിയ തീർത്ഥാടക സംഘം തന്നെ സന്നിധാനത്ത് അയ്യപ്പനെ കണ്ടു തുടങ്ങി മലയിറങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മാസം ഏപ്രിൽ 8-നാണ് നട അടയ്ക്ക്, ഹരിവരാസനം നടയടയ്ക്കുക. അതിനിടയ്ക്ക് ഉള്ള പൂജകളും കാര്യങ്ങളും എല്ലാം നടക്കും. അതിനുശേഷമായിരിക്കും ഏപ്രിൽ 8-നോടുകൂടി ഹരിവരാസനം നടയടയ്ക്കുക. വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ സന്നിധാനം നടക്കുന്നു. ഒപ്പം ആറന്മുളയിലും സമാനമായ രീതിയിൽ ആറന്മുളയിലും ഈ ഭക്തജനങ്ങളെല്ലാം തൊട്ടടുത്ത ക്ഷേത്രം എന്ന നിലയ്ക്ക് ആറന്മുളയുമാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വിഷുക്കണി ദർശനത്തിലുള്ള ക്ഷേത്രങ്ങൾ. ഈ 2 ക്ഷേത്രങ്ങളിലും വലിയ തിരക്ക് ഭക്തരുടെ അനുഭവപ്പെടുന്നുണ്ടല്ലോ. ശരി, ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.